വെൽക്കം ടു ആൽഫാസ് മെറൂൺ കഫേ. ഇന്ന് ഇൻട്രോ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി കേട്ടോ. ആൽഫക്കുട്ടി ഇവിടെ ഇല്ല, പഠിക്കാൻ പോയേക്കുവാണ് ടീച്ചറിന്റെ വീട്ടില്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാംഗ്ലൂർ മൊത്തത്തിൽ ചുറ്റിക്കിറങ്ങാന്നുള്ള പ്ലാൻ ഇട്ടേക്കാണ്. ബാംഗ്ലൂരൊന്നും കറക്കം ഇന്ന് കൊണ്ട് നടക്കും തോന്നുന്നില്ല. കാരണം 2 മണിക്കൂറുള്ളൂ. 2 മണിക്കൂർ കൊണ്ട് പോയിട്ട് തിരിച്ചു വരണം. ഏതെങ്കിലും ഒരു അറ്റം പോയിട്ട് വരും, അത്രേ ഉള്ളൂ. അപ്പം എങ്ങോട്ടാന്നും പ്ലാൻ ഇട്ടില്ല. അപ്പൊ എന്താ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം വണ്ടി എങ്ങോട്ട് തിരിക്കണം, എങ്ങോട്ട് വേണം എന്നൊക്കെ നോക്കാൻ. അപ്പൊ ആൽഫ കൂട്ടാതെ പോകുന്നതല്ല കേട്ടോ. ആൽഫ പറഞ്ഞു ഞാൻ വരുന്നില്ല, നാട്ടിൽ പോയി വന്നിട്ട് ക്ഷീണം മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര മടുപ്പായി, കാരണം പുറകിൽ ഇങ്ങനെ ചുരുണ്ട് കിടന്നിട്ട് പുറമൊക്കെ വേദനയാന്ന് പറഞ്ഞു. പിന്നെ എക്സാമും അല്ലേ, അപ്പം പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ആൽഫനെ കൂട്ടാണ്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ എവിടെ പോവാണെങ്കിലും ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്ങനെ പോകാന്നല്ലാതെ ചുറ്റാനും കറങ്ങാനൊക്കെ അങ്ങനെ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകാൻ ആൽഫയില്ലാണ്ട് ഞങ്ങൾ പോകാറില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. പറ്റുമെങ്കിൽ എന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എങ്ങനെയാ നമ്മൾ പ്ലാൻ ഒന്നും അറിയത്തില്ല. ഏതായാലും ഞങ്ങളിപ്പോ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് എങ്ങനെയൊക്കെയാ വരുതെന്നുള്ളത് ആ വഴിക്ക് തന്നെ കാണാം. അപ്പൊ നമുക്ക് പോവാല്ലേ. ഞങ്ങള് രണ്ടുപേരും കൂടി ഒന്ന് പുറത്തു പോവാണ്. ആൽഫക്കുട്ടീനെ കൊണ്ടുവന്നിട്ടില്ല, പഠിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയില് എന്താന്ന് വെച്ചാൽ പുറത്തു പോകുന്നൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇപ്പം 6:15 സമയം. ഇവിടെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്താ പറയാ, നല്ല ഇരുട്ടാ റോഡിലൊക്കെ. ഇതാണ്ട ഞങ്ങൾ രണ്ടുപേരും പോവാണ്. ഇപ്പൊ ഞങ്ങള് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ കുട്ടിക്കര എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. അപ്പൊ ഇതിവിടെ കാളീനഗ്രഹാര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. അപ്പൊ ഞങ്ങള് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. വീട്ടിൽ വന്നിട്ട് വേണം എല്ലാ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇപ്പോഴാണ് ഇറങ്ങാൻ സമയം കിട്ടിയത്. കൊച്ചിനെ കൊണ്ടുപോയി വിട്ടു, കട അടച്ചു, വന്നു. ഇപ്പാണ് ഞങ്ങൾക്കൊന്ന് പോകാൻ വേണ്ടി പറ്റിയത്. ഇപ്പൊ ഞങ്ങള് ഒന്ന് പോവാണ്. പോകുന്ന വഴിയൊക്കെ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. നമ്മൾ ജയനഗർ എത്തി. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിലോട്ട് പോവാണ്. കോംപ്ലക്സിന്റെ അടിവശത്താണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവാണ്. ഇപ്പോൾ വേണ്ട, ഇതിന്റെ നേരെ ഇപ്പുറത്താണ് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ്. ഓപ്പോസിറ്റ് കാണുന്നതാണ് നമ്മുടെ കോംപ്ലക്സ്. അപ്പം ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് സാധാരണ വരുമ്പം. ജയനഗർ നമ്മൾ ചുറ്റാൻ പോയെന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. നമ്മൾ പാത്രമൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയിലാണ് വന്നേക്കുന്നത്. സാരഥി എന്ന് പറയും. ഇത് ജയനഗർ. ഇതിൻ്റെ അഡ്രസ്സ് ഫുള്ള് ഞാൻ ഇതിനകത്ത് തന്നെ വീഡിയോയിൽ തന്നെ കാണിക്കാം. ഇവിടെ നമുക്ക് കിച്ചണിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും. പാത്രങ്ങൾ കണ്ടോ, എല്ലാം എന്ന് പറഞ്ഞാൽ ഏത് മോഡൽ വേണോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ നമുക്കൊരു കിച്ചണിലേക്ക് വേണം, വീട്ടാവശ്യത്തിന് വേണം, അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ട് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്താണ്. കാരണം ഞാനും ഇങ്ങനെ ഒരു കടയൊക്കെ അന്വേഷിച്ച് പോയായിരുന്നു പണ്ടൊക്കെ. നമുക്ക് ഒരു ആവശ്യത്തിന് നമ്മളൊരു സാധനം പോയി നോക്കിയാൽ ഒരു മുകളിലോ എവിടെയും കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടോ എന്തൊക്കെ ഐറ്റം വേണം. ഒരു കത്തി ആയാലും എന്താ ഗ്ലാസ് ആയാലും കുക്കർ വേണോ, എന്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം വേണോ, ഏത് ഐറ്റം വേണമെങ്കിലും ഇവിടെ കിട്ടും. നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി, അച്ചപ്പത്തിൻ്റെ അച്ച്, പിന്നെന്താ ഇടിയപ്പം, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ഇനി ആർക്കെങ്കിലും ഉപകാരം ആകട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടേ. ഇത് അല്ലാണ്ട് ഇത് പരസ്യം ഒന്നുമല്ല. അവരോട് ചോദിച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുത്താണ്. കണ്ടോ കത്തികൾ, ഏതൊക്കെ മോഡൽ വേണം. പണ്ടൊക്കെ ഞങ്ങൾ ജ്യൂസ് കടയ്ക്ക് കത്തിയൊക്കെ അന്വേഷിച്ചിങ്ങനെ പല മോഡലൊക്കെ പോകുമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടത്തില്ല, കാരണം നല്ല നല്ല കത്തികളൊന്നും കിട്ടാറില്ലായിരുന്നു. ഇത് കണ്ടോ നമ്മുടെ മറ്റേ തവി എന്തോരമാണ്. ഇവിടെ മുഴുവനും നമ്മുടെ ചീൻചട്ടികളും അങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ്. ഒത്തിരി കളക്ഷൻ ഉണ്ട്. 4-5 ഫ്ലോറാന്ന് തോന്നുന്നു. 4 വരെ നമ്മൾ കയറി പാത്രങ്ങൾ കാണാൻ വേണ്ടി. ഓരോരോ സെക്ഷനിൽ ഓരോരോ ഇതാണ്. സ്റ്റീല് വേറെ, പിന്നെ പ്രസ്റ്റേജിൻ്റെ തന്നെ ഒരു ഫ്ലോറ്. ഇപ്പം കണ്ടോ ഇവിടെ ഗ്യാസ് ലൈറ്റർ, എന്ത് വേണോ അതൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഈ ഒരു കടയിൽ വരുവാണെങ്കിൽ നമുക്ക് വേറെ ഒരു കട അന്വേഷിച്ച് ഇറങ്ങേണ്ട ആവശ്യം വരില്ല. കാരണം നമ്മൾ വീട്ടാവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുവാണെങ്കിൽ കണ്ടോ വലിയ വലിയ പാത്രങ്ങളും അടച്ച് വെക്കുന്ന വലിയ ചോറ്റുപാത്രമൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്.
ഇതുപോലൊരു കട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് മാർക്കറ്റിലൊക്കെ. അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൻ്റെ ഒരു ഇതാണെങ്കിൽ അവിടെ അത് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ അടുത്ത കടയിൽ പോകണം. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഈ ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്താ പറയുക നമുക്കൊരു ഉപകാരം ചെയ്യുന്നത്. ഇതുണ്ടോ സിസേഴ്സ്, എന്തൊക്കെയാണോ ദൈവമേ നമുക്ക് വീട്ടിലേക്ക് വേണ്ടത് അതെല്ലാം ഇവിടെ കിട്ടും. ഇങ്ങനെ വലിക്കുന്ന ഡ്രോയർ പോലെയാണ്. അപ്പം ഞാനിതിങ്ങനെ മാറ്റി മാറ്റി എടുത്തതാട്ടോ സ്പൂണൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇങ്ങനെ താഴോട്ടൊരു സ്റ്റെപ്പ് ഇറങ്ങിപ്പോയാൽ ഇവിടെയും ഉണ്ട് കുറേ, കണ്ടോ. പിന്നെ വിളക്കുകൾ, പിന്നെ അടച്ചു വെക്കുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിഫിൻ ബോക്സ്, ജഗ്ഗുകൾ, കപ്പ്, സ്റ്റീലിൻ്റെ കാലം, പിന്നെ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സ് ഇല്ലേ സ്റ്റീലിൻ്റെ, അത്. ഈ ഒരു ഫ്ലോർ മുഴുവനും സ്റ്റീലും പിന്നെ നമ്മുടെ എന്താ പറയുക ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെയാണ്. പിന്നെ കേക്കിൻ്റെ ടിന്ന് പോലും ഉണ്ട് കേട്ടോ ഇവിടെ. കേക്കിൻ്റെ എല്ലാ നോസിൽസും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതും ഒരു വേറൊരു ഉപകാരമാണ്. അതിനും നമുക്ക് ഇവിടെ അന്വേഷിച്ച് പോകണ്ട. പല ഡിസൈനുള്ള കപ്പുകൾ കണ്ടോ, ഒത്തിരി ഉണ്ട്, ഇഷ്ടം പോലെയാണ്. ഇതൊക്കെ നമ്മുടെ ഗ്ലാസിൻ്റെ ബൗളും ജഗ്ഗും അങ്ങനത്തെയൊക്കെയാണ്, കണ്ടോ, ഒത്തിരി ഉണ്ട് തന്നെ. പിന്നെ ഇതുണ്ട് വിളക്ക്, നമ്മൾ ഇങ്ങനെ വിളക്ക് കത്തിക്കത്തില്ലേ നമ്മുടെ രൂപത്തിൻ്റെ അടുക്ക്, അപ്പം അതൊന്നും കെടാതിരിക്കാൻ അതിൻ്റെ അടപ്പൊക്കെ ഉള്ള അതൊക്കെയുണ്ട് ഇവിടെ. ഇതൊരു ഭരണി പോലത്തെ സംഭവമാണ്. പിന്നെ എന്താ നമ്മുടെ കളറ്, ഞാൻ ഇങ്ങനത്തെ ബൗളാണ് എടുത്തത് കേട്ടോ. എൻ്റെ കുഞ്ഞ് ബൗള് സ്റ്റാർ പോലെ ഇരിക്കുന്ന കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ, നല്ല ഷൈനിങ് ആ പാത്രമൊക്കെ. എല്ലാത്തിനും ഒരു 20% ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ, നല്ല കളേഴ്സല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ. കണ്ടോ കേക്കിൻ്റെ മോളുടെ ഒത്തിരി ഉണ്ട്, കേക്കിൻ്റെ തന്നെ ടിന്നുകൾ, പിന്നെ ഏപ്രോണ് അങ്ങനത്തെ ഐറ്റംസ്. എവിടെ നോക്കിയാലും പാത്രങ്ങളാണ്. പിന്നെ കപ്പുകൾ ഉണ്ട്, ചായൻ്റെ നല്ല അടിപൊളി കപ്പ്. ഇവിടെ മുഴുവനും നമ്മുടെ എന്താ കപ്പുകളാണ്. നല്ല ഭംഗിയായി കപ്പ് കാണാൻ. വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റാണ്. പിന്നെ ഇവിടെ നമ്മുടെ ബോറോസിലിൻ്റെ പാത്രങ്ങൾ കണ്ടോ, നമ്മളെ ഇതെന്താ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റംസ് കേട്ടോ. വലുതുണ്ട് ചെറുതുണ്ട്, എന്തോരം വലിപ്പം വേണമെങ്കിലും ഉണ്ട് കേട്ടോ. നല്ല സ്ക്വയർ ഉണ്ട്, പിന്നെ ഓവൽ ഷേപ്പ് ഉണ്ട്, റൗണ്ട് ഉണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക ഇടിയപ്പം ഇല്ലേ, ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്കിയെടുക്കണം, മുകളിൽ നിന്ന് ഇങ്ങനെ കറക്കും. അപ്പം നമ്മുടെ മാവ് കണ്ട് ഇത്ര ഉള്ളൊരു ഇതിലാണ് മാവ് നമ്മൾ നിറയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അടിയിലൊരു പാത്രമോ ഇലയോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഇത് കറക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വരും അതിൽ ഇടിയപ്പത്തിൻ്റെ അച്ച്. പിന്നെ ഇതുണ്ടോ നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച്. ഇത് ഞാൻ ഈ ക്രിസ്മസിൻ്റെ സമയത്ത് അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുറേ തപ്പയാണ് കേട്ടോ. അച്ചപ്പത്തിൻ്റെ അച്ചിന് വേണ്ടിയിട്ട് എവിടെയും കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴല്ലേ കാണുന്ന ഇതൊക്കെ. പിന്നെ ഇവിടെ എന്തോ നമ്മുടെ എന്താ ഈ പാത്രങ്ങൾ കണ്ടോ, കുറേ ഉണ്ട് സ്റ്റീലിൻ്റെ തന്നെ. ഇതാണ് ഇവിടുത്തെ ബില്ലിംഗ് സെക്ഷൻ കണ്ടോ. പിന്നെ ഈ ഒരു ഫ്ലോർ മുഴുവനും നമ്മുടെ മിക്സി അങ്ങനത്തെ പരിപാടി കേട്ടോ. ഗ്രൈൻഡർ, മിക്സി, അയൺ ബോക്സ് ഒത്തിരി ഉണ്ട്. ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്നാ വലിപ്പമാണെന്നറിയോ. കെറ്റില്, പിന്നെ വിനോദിൻ്റെ കുറേ പാത്രമുണ്ട് നല്ല വെയിറ്റൊക്കെ ഉള്ള. അത് ഇച്ചിരി വിലയാണ്, എല്ലായിടത്തും തന്നെ അതിന് വിലയുണ്ടല്ലോ. ഇവിടെ മുഴുവനും പാത്രങ്ങളാണ്, ഫ്ലാസ്കുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടോ എന്തോരോന്നുണ്ടോ, നമ്മൾ കണ്ടു തരൂല. ഞാൻ മടുത്തു സത്യം പറഞ്ഞാൽ. എനിക്കിങ്ങനെ ഓരോ ഫ്ലോറിലും കയറി ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ എനിക്ക് മടുപ്പായി. കാരണം നമ്മൾ കണ്ടു തീരത്തില്ല, അതുപോലെ ഉണ്ട് ഇവിടെ.
ഇത് മുഴുവനും പാത്രങ്ങൾ, ആ സ്റ്റീൽ പാത്രങ്ങൾ ഇഷ്ടം പോലെ. മറ്റേ ഇതുണ്ട് നമ്മുടെ ഈ എന്താ പറയുക ഫ്ലാസ്കുകൾ എല്ലാം കമ്പനി ആയിട്ടാണ് കേട്ടോ. പിന്നെ കാസറോള്, ചെമ്പ് പാത്രമില്ല അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വലിയ ചെരുവങ്ങൾ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നിലയാണിത്. ഇവിടം വരെ ഞാൻ പോയുള്ളൂ. ഇനി അതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള ഇതില്ല, മടുപ്പായി. അതുകൊണ്ട് പിന്നെ മുകളിലോട്ട് പോയില്ല. നമ്മളിന്ന് പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. 2 ബൗള് വാങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ. ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ കേക്കൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കേക്ക് മിക്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എടുക്കാൻ പറ്റിയൊരു ഇതാ, ബീറ്റ് ചെയ്യാനൊക്കെ എളുപ്പമുള്ളൊരു പാത്രമാണ്. നല്ല വലിപ്പമുണ്ട്, പുറത്തോട്ടൊന്നും പോകത്തുമില്ല. നമ്മൾ ക്രീമൊക്കെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ. ഇങ്ങനത്തെ 2 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. 1.5 വർഷമായി വാങ്ങിച്ചു. ഒഴിച്ചു വെക്കത്തില്ലേ ബൗളൊക്കെ, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ വാങ്ങിയത് നമ്മുടെ ബോംബിന് വാങ്ങിക്കണം. നല്ല കടായി ഇല്ലേ കുഞ്ഞിത്, നമ്മുടെ ഇത് എന്താ പറയാ, എണ്ണയൊക്കെ അല്ല കടുക് വറക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ട്. ചീൻചട്ടിയിൽ എന്ന് കടുക് വെച്ചാൽ എൻ്റെ കൈ പൊള്ളു. അപ്പം ഇതാണെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കൈയും പൊള്ളത്തില്ല, മറിഞ്ഞും പോകത്തില്ല. എനിക്ക് എന്നും കടുക് വറക്കുമ്പോൾ എൻ്റെ കയ്യിലോട്ട് എണ്ണ പൊട്ടിത്തെറിക്കലും, ഇങ്ങനെ കടുകൊക്കെ ഇടുമ്പോൾ ഭയങ്കര പൊട്ടിത്തെറിയൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇതുണ്ട് പ്രസ്റ്റേജിൻ്റെ ആട്ടോ. അപ്പോൾ നല്ല സാധനമാണ് ഇതൊക്കെ. അപ്പം ഇതിങ്ങനെ വെക്കുകയും ചെയ്തുണ്ടോ. അപ്പം ഇതൊരെണ്ണം. പിന്നെ നമ്മൾ വാങ്ങിയത് നമ്മുടെ എഗ്ഗിൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിക്കത്തില്ലേ നമ്മൾ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പൊട്ടിച്ചാൽ നമ്മുടെ യെല്ലോ എഗ്ഗിൻ്റെ യോക്ക് എവിടെയും കിടക്കും, വൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോവാം. നോക്കാൻ ഞാൻ നോക്കിയിട്ടില്ല, അവർ പറഞ്ഞത് ഇതിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്. ചോദിച്ചപ്പോൾ അവരെടുത്ത് തന്നു. ഇതെനിക്ക് അത്യാവശ്യമാണ്, ഇതെനിക്ക് അത്യാവശ്യമാണ്. കാരണം ഞാൻ എഗ് വൈറ്റ് വേറെ അടിച്ചെടുക്കുന്നത് നമ്മൾ പ്ലം കേക്കിനൊക്കെ. അപ്പോൾ ഇതെന്തായാലും വേണം, അതുകൊണ്ട് ഇത് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു 6 ബൗള്, കുഞ്ഞു കുഞ്ഞു ബൗളില്ലേ, നമ്മുടെ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കൂലേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. നല്ല സംഭവം കേട്ടോ, എല്ലാം നല്ല ഇത് എന്താ പറയാ, നല്ല കമ്പനി മിൽട്ടൺ. പിന്നെ നല്ല സൂപ്പർ അല്ലേ. 6 എണ്ണം. പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു, അപ്പോൾ 6 എണ്ണം ഇല്ലായിരുന്നു അത്. പിന്നെ വലിയ വലിപ്പം കൂടിയ പല ഇതും ഉണ്ടായിരുന്നു, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ നമ്മളിങ്ങനെ ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ എടുത്ത് വെക്കാനും കേക്കിൻ്റെ ഐറ്റം ഒക്കെ എടുത്ത് വെക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ഇതൊരു 6 എണ്ണം വാങ്ങിച്ചതാണ്. പിന്നെ വാങ്ങിയത് ഒരു സ്പാച്ചുലയാണ്. കാരണം എൻ്റെ കയ്യിലുള്ളത് ഒടിഞ്ഞൊടിഞ്ഞ് പോവാറായി. കാരണം ഈ കേക്കിൻ്റെ മിക്സിങ് അല്ല, ഈ കേക്ക് ഉണ്ടാക്കിയത് ഡിസംബറിലെ കേക്കിന് മുഴുവൻ ഞാൻ അതാണ് ഉപയോഗിച്ചത്. അപ്പം അതിൻ്റെ ഈ ഒരു അറ്റുമില്ലേ, ഇങ്ങനെ എന്തോ ഇങ്ങനെ ഒടിഞ്ഞു പോവാറായിട്ടുണ്ട്. ഇത് നല്ല ഒരു സാധനമാണ്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് കുറേ നാൾ അന്വേഷിച്ച് കിടക്കുന്നത്, പക്ഷെ നല്ലത് കിട്ടിയിട്ടില്ലായിരുന്നു ഇത്രയും നാളായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് ഒരു വലിയ പാത്രം കേട്ടോ, അതായത് പ്രസ്റ്റേജിൻ്റെ തന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കൂലേ ഇതുപോലത്തെ പാത്രം. അപ്പം ഈ ഒരു പാത്രമാണ് വാങ്ങിയത്. റേറ്റ് ഉണ്ട് നല്ല. ഇതിൻ്റെ ഗ്യാരണ്ടി കവറൊക്കെ തന്നിട്ടുണ്ട്. അതതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും, എല്ലാം ഉണ്ട്. പ്രസ്റ്റേജിൻ്റെ 2 വർഷം വാറണ്ടി. പിന്നെ ഗ്ലാസിൻ്റെ ലിഡ്. പിന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ സുഖമാണ് കേട്ടോ. അതിനകത്ത് കണ്ടോ, നല്ല അടിപൊളി പാത്രം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മുടെ മുഖം ഇതിനകത്ത് കാണാം. അപ്പം ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. വെയിറ്റ് ഉണ്ട് കേട്ടോ കുറച്ച്. ഇതുണ്ടോ, അപ്പം നമുക്കിത് അടച്ചു. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് സുഖമാണ് വീട്ടിൽ. നല്ല ഭംഗിയുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇത് സ്റ്റീലല്ലേ? സ്റ്റീലാണോ ഇതാണോ അറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയാണ്. സ്റ്റീലല്ലേ, സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്ക് വെയർ. പക്ഷെ വെയിറ്റ് ഇല്ലല്ലോ. ഉണ്ടല്ലോ, ഇതല്ലേ വെയിറ്റ് ഒക്കെ ഉണ്ട്. അടപ്പല്ല, ഗ്ലാസിന്റെ ലിഡും.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബിരിയാണിയും കുഴിമന്തിയും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. നല്ല എന്താ വെച്ചാൽ നമുക്ക് കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ഉണ്ടാക്കുക, പല ഐറ്റങ്ങളും ഉണ്ടാക്കാം. ചോറാക്കാൻ പറ്റില്ല. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ സുഖമാണ്. അപ്പം ഇതാണ് വാങ്ങിയത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ്. വേറെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് കാർഡൊക്കെ എടുത്ത് വെക്കണം. ഇത്രയാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ച നമ്മുടെ ഷോപ്പിങ്ങിന്റെ സാധനങ്ങൾ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ? ഉണ്ടാക്കാൻ പോകാം. അപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയി ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ തട്ടുദോശയില്ലേ, നമ്മുടെ തട്ടുദോശയും മുട്ട ഓംപ്ലേറ്റും പിന്നെ നമ്മുടെ തക്കാളിക്കറിയും. തക്കാളിക്കറിക്ക് ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കരിവേപ്പിലയൊക്കെ വഴറ്റിയിട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം, അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് ചേർക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിക്കറിയിൽ. അപ്പൊ കടുകൊന്നും വറക്കുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പം കടുകൊന്നും വറക്കുന്നില്ല. ഇതൊന്ന് നമുക്ക് തിളച്ച് ഓഫ് ചെയ്യാം. നമുക്ക് കറി തിളക്കുന്ന സമയം കൊണ്ട് നമ്മുടെ തട്ടുദോശ നമുക്ക് ചുട്ടെടുക്കാം. അപ്പൊ ഈ ദോശയ്ക്ക് നമ്മളൊരു പ്രത്യേകത, കല്ല് നന്നായിട്ട് ചൂടാകണം. അപ്പൊ നമുക്ക് എണ്ണയും തൂത്ത് കൊടുക്കണം. മറ്റേ ദോശ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുകളിലല്ലേ എണ്ണ ഒഴിച്ചു കൊടുക്കുള്ളൂ. ഈ കല്ലിന്റെ, അതായത് നോൺ സ്റ്റിക്ക് കല്ലിന്റെ, ഏത് കല്ലായാലും നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കല്ലിൽ നന്നായിട്ട് എണ്ണ തൂക്കുകയും വേണം, കല്ല് നന്നായിട്ട് ചൂടാവുകയും വേണം. പിന്നെ ഇത് തരിയൊന്നും ഉണ്ടാകാനും പാടില്ല. നമ്മൾ അരച്ചെടുത്തിട്ട്, ഞാൻ ഇത് അരിച്ചെടുത്തു കേട്ടോ, അരച്ചിട്ട് അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തു, തരിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇത് ഇളക്കത്തില്ല, അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കാണിക്കാം. എന്ത് കല്ലൊന്ന് ചുറ്റിച്ചാൽ മതി. ഇപ്പൊ റൗണ്ടൊന്നും നമുക്ക് കിട്ടൂല. ഇപ്പൊ കല്ലൊന്ന് ചുറ്റിച്ചാൽ ഇപ്പൊ നമ്മുടെ ദോശ ഉണ്ടോ ഇങ്ങനെ കൊമളയായിട്ട് വന്ന്. ഇനി ഇത് വേവാനാവുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ മുകളിൽ ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് നമുക്ക് മറിച്ചിടാം. അപ്പൊ നമ്മൾ ദോശ വെന്ത് വരും. ദോശ ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് എടുത്തു കൊടുക്കാം കേട്ടോ. അതായത് നമ്മളിങ്ങനെ ഇതിന്റെ തെളി ഊട്ടിയിട്ടല്ലേ എടുക്കുന്നത്. അപ്പൊ ദോശ മുറിഞ്ഞൊക്കെ പോവും. മെല്ലെ എടുക്കണം നമ്മൾ. ഈ പ്ലേറ്റിലോട്ട് മാറ്റാം, ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ട് മാറ്റി കേട്ടോ. ഇപ്പൊ ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി മുറിഞ്ഞു പോയിട്ടുണ്ട്. കാരണം നമ്മൾ ദോശക്കല്ല് വലുതല്ലേ, അപ്പൊ ഭയങ്കര വലിപ്പത്തിലല്ലേ ദോശ വരുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു പോയതുണ്ടോ. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ, എങ്ങനെയാലും കഴിച്ചാൽ മതിയല്ലോ. മുറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ദോശ നല്ല ടേസ്റ്റാണ്. തക്കാളിക്കറിയും ഓംപ്ലേറ്റും കൂട്ടി കഴിച്ചാൽ കിട്ടുവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയി വന്നപ്പം കഴിച്ച ദോശയില്ലേ, അത് തന്നെ ഇത്. അപ്പൊ നമുക്ക് ബാക്കിയെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. നല്ലോണം ചൂട് വേണം കല്ലിന്, അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇത് ഒഴിക്കുമ്പോൾ എന്നൊരു ഒച്ചയും വരും. നമ്മുടെ ഭക്ഷണമൊക്കെ റെഡിയായി. രാത്രിത്തെ നമ്മൾ പോയി വന്നിട്ടുണ്ടാക്കിയ നമ്മുടെ നീർദോശ. ഇതുണ്ടോ, നീർദോശയല്ലേ, തട്ടുദോശ എന്ന് പറയാം, നീർദോശ എന്ന് പറയാം, രണ്ടും പറയാം, ഒരേപോലെ ഉണ്ട്. പിന്നെ നമ്മുടെ ഓംലേറ്റ്, തക്കാളിക്കറി, കട്ടൻ കാപ്പി, ഇത്രയും സംഭവങ്ങളാണ് ഇന്ന് രാത്രിത്തെ നമ്മുടെ ഫുഡ്. അപ്പൊ ഞങ്ങളിത് കഴിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങള് ഇന്ന് തട്ടുദോശയും തക്കാളിക്കറിയും കൂടെ കഴിക്കാൻ പോവാണ്. അതിലൂടെ ഓംപ്ലേറ്റും ഉണ്ട് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നമ്മള് നാട്ടില് മിക്കപ്പോഴും ഉണ്ടായിരുന്ന സമയത്ത് ഇത് കഴിക്കുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ പോയാൽ ഇതാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാ. ഇഞ്ചി രണ്ട് ദോശ ഒന്നുമില്ല കേട്ടോ. പേപ്പർ പോലെ ഉണ്ടാവും അല്ലേ, കട്ടിയൊന്നുമില്ലല്ലോ. രണ്ട് മുട്ടയുടെ ഓംപ്ലേറ്റും. പിന്നെ ഇരുമ്പ് പോലെ ചുടുവാണെങ്കിൽ നല്ല പൊള്ളി വരും. നമ്മൾ നാട്ടിലെ നോക്കിപ്പിന്നെ നാട്ടിലുള്ള ഒരു റൗണ്ട് ഒരു കല്ലുണ്ട്, നമ്മുടെ എന്താ പറയാ, അയൺ, കാസ്റ്റ് അയൺ. അപ്പം അത് ഞങ്ങളെ കാര്യമുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളില്ലാത്തൊരു കല്ലാണ്. ആ കല്ല് നമ്മൾ നോക്കി മേടിക്കണം. അതല്ല, ചില കല്ലില്ലേ നല്ല ലോക്കൽ വരുന്നുണ്ടെന്ന്. ആ, അതുകൊണ്ടാ എത്ര എണ്ണ തൂത്ത് വെച്ചാലും അതിങ്ങനെ തുരുമ്പ് പിടിച്ചു പോവുക. ദോശ കല്ലേന്ന് കിട്ടത്തില്ല. കുറേ നോക്കിയതാ. പക്ഷെ നാട്ടില് പണ്ട് മമ്മീന്റെ അടുത്തേക്ക് ഉണ്ടായിരുന്ന കല്ല് അടിപൊളി കല്ലാണ്. അതൊക്കെ ഇപ്പൊ കിട്ടുമോലും അറിയത്തില്ല. അതിലൊക്കെ ചൂടുവാണെങ്കിൽ നല്ല ഒഴിക്കുമ്പോ തന്നെ ഇങ്ങനെ എന്താ പറയാ, ബബിൾ ബബിൾ ആയിട്ട് വരും. നോൺ സ്റ്റിക്കിലല്ലേ, എന്നാലും
മാക്സിമം ട്രൈ ചെയ്തെടുത്തു. നമ്മുടെ കടയിൽ കിട്ടും, പക്ഷെ അത് വലിയ കല്ലല്ലേ, അപ്പോൾ ഒഴുകുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകും. അതാണ് കുഴപ്പം. ഇത് ശരിക്കും നമ്മൾ തട്ടുകടന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ആട്ടോ. കൂടെ അതിൻ്റെ കൂടെ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ പാൽച്ചായ ഒന്നും അതിൻ്റെ കൂടെ ടേസ്റ്റ് വരില്ല അല്ലേ. പിന്നെ തട്ടുകട കൂട്ടി ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടോ. ഒന്നും നമ്മൾ ഉണ്ടാക്കില്ല, നമുക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഉണ്ടാക്കാം. ബീഫ് ഫ്രൈ, ബോട്ടി ഫ്രൈ അവർ പറയുമ്പോൾ തന്നെ നമുക്ക് വായ്പയുടെ വെള്ളം വരും. എത്ര കഴിച്ചാലും തട്ടുകടയിൽ കേൾക്കൂല്ലേ, ഭയങ്കര ഒരിതാണ്. പിന്നെ എന്നാ മത്തി മുളകിട്ടത്, അയിലക്കറി, ഇങ്ങനെ പല കറികളും ഉണ്ടാവും. ഞങ്ങളെപ്പോഴും വാങ്ങുന്ന ഈ തക്കാളിക്കറിയും ഓംലേറ്റും ദോശയാണ്. നമ്മുടെ പുറത്ത് പോയാലത്തെ മെയിനായിട്ട് നമ്മൾ നാട്ടിലോ അവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കും കഴിക്കുന്ന സാധനം ഇതാണ്. ആർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഓംലേറ്റും ദോശയും. കറിയൊന്നും വേണ്ട. പിന്നെ കല്ലുമ്മക്ക പൊരിച്ചത് ഭയങ്കര ഇഷ്ടം. അതൊരിക്കലും കിട്ടാറില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള്. ഞങ്ങൾ രണ്ടുപേരും ആൽപ്പനെ കൂട്ടാതെ കറങ്ങാൻ പോയെന്ന് കണ്ടില്ലേ. ആദ്യമായിട്ടാണ് കൂട്ടാതെ കറങ്ങാൻ പോകുന്ന ചുമ്മാന്ന് പോയതാ ജയനാരൊക്കെ ചുറ്റാൻ വേണ്ടി. അപ്പം കടയിലൊക്കെ കയറി പാത്രമൊക്കെ വാങ്ങി. കൊച്ചിന് ക്ലാസ് പരീക്ഷ ഇല്ലാതെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വരാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. വണ്ടിയിലിരിക്കാൻ ഇഷ്ടമില്ല, നാട്ടിൽ പോകുമ്പോൾ മതിയായിരുന്നു. അടുത്തല്ലേ, ചുരുണ്ട് കൂടി കിടന്ന ബാക്കിൽ ഭയങ്കര പ്രശ്നമായി. അപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോയില് നമ്മൾ പോയ ജയനാറിൽ പോയിട്ടൊരു ഷോപ്പിന്റെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിന്റെ ആ വീഡിയോയിൽ തന്നെ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നല്ലൊരു കട കേട്ടോ അല്ലേ. കാലം ഉണ്ടായിട്ട് ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്ലാസ്ക് വാങ്ങിക്കാൻ വേണ്ടി പണ്ട്. പക്ഷെ നമ്മള് ഇത്രയും കാലമായിട്ട് സിറ്റി മാർക്കറ്റിലും ഒക്കെ കടകളുണ്ട്. പക്ഷെ ആ സിറ്റി മാർക്കറ്റിലെ കടയിൽ പോയാൽ നമുക്ക് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരൈറ്റത്തിലാണെങ്കിൽ ആ ഒരൈറ്റം തന്നെ ഇഷ്ടംപോലെ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വെറൈറ്റി ഐറ്റങ്ങൾ ഒറ്റ കടയിൽ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടുന്ന ഒരു കടയിൽ ആദ്യമായിട്ടാണ് നമ്മൾ കേട്ടുന്നത്. എന്താ പറയാ, ഈ പാത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്നത്. വലിയ മാളിൽ പോയാലും ഇത്രയും ഇതായിട്ട് കിട്ടുന്നില്ല. ഞാനൊരു പ്രാവശ്യം പോയിരുന്നു, എനിക്കറിയത്തില്ല അത് ഇങ്ങനെ മുകളിലോട്ട് ഇനി നിലയുണ്ടെന്ന്. താഴെ പോയി ഫ്ലാസ്ക് വാങ്ങിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. പക്ഷെ ഇന്നാണ് ആ ഷോപ്പ് മുഴുവനും കാണുന്നത്. എന്തോരോന്നറിയണം. വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാൻ തീരെയല്ല. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെ ഒരു ഇതായിട്ടൊന്നുമല്ല, ഒരു പാത്രത്തിന്റെ ഒറ്റ കടയാണ്. ഇപ്പൊ ഒരു മാളിൽ പോയാലോ അല്ലെ പ്രസ്റ്റേജിന്റെ കട, ഇപ്പൊ പ്രസ്റ്റേജിൽ മാത്രമല്ല അവിടെ കാണുള്ളൂ, വേറെ ഒന്നും കിട്ടൂല. ഇത് ഏത് കമ്പനി വേണോ അതിന്റെ ഐറ്റംസ്, മിക്സി, പിന്നെ എന്താ ഗ്രൈൻഡർ അല്ലേ, വീടിനോട് വേണ്ട എല്ലാം, അതായത് ഒരു വീടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. കടയിലൊക്കെ ഉണ്ട്, വലിയ വലിയ പാത്രങ്ങളും ഉണ്ടോ. വെറൈറ്റികളില്ല, അത് നോർമൽ ലെവലിലുള്ളത്. വീടിന്റെ ആവശ്യങ്ങൾക്ക് എല്ലാ വക സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ 20% ഓഫർ ഉണ്ടല്ലേ പ്രസ്റ്റേജ്, എല്ലാം തന്നെ ഉണ്ട് 20% ഓഫർ. നല്ലൊരു ഷോപ്പ്. അപ്പൊ നിങ്ങള് ബാംഗ്ലൂരൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ കടയിൽ പോയാൽ മതി. ഞാൻ അതിന്റെ അഡ്രസ് എല്ലാം നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും അല്ലേ. കടയുടെ പരസ്യമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളെ പോലെ അറിയാത്ത കുറെ പേരുണ്ട്. സത്യം പറഞ്ഞ ഒരു പാത്രം നമ്മൾ വാങ്ങിക്കാൻ പോയാൽ നമുക്ക് അവിടെ നിന്നും കിട്ടത്തില്ല. എല്ലാം കൂടെ കിട്ടുന്ന നമ്മൾ ആവശ്യപ്പെടുന്ന, അതാ ഞാൻ പറഞ്ഞ ഇരുമ്പിന്റെ ദോശക്കല്ലും എല്ലാം, പുട്ടുംകുറ്റി, ഇരുമ്പ് ദോശക്കല്ല്, ഇടിയപ്പത്തിന്റെ അച്ച്, വലിയ അച്ചുണ്ട് കേട്ടോ. ഇടിയപ്പത്തും ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ അത് കറക്കുന്നത്, അത് പിന്നെ അച്ചപ്പം. ഞാൻ ഈ കാലം മുഴുവൻ നോക്കി നടന്നിട്ട് ക്രിസ്മസിന്റെ ടൈമിൽ എനിക്ക് അച്ചപ്പത്തിന്റെ അച്ച് കിട്ടില്ല. അപ്പൊ അവിടെ പോയപ്പോ അവിടെ ഉണ്ട്. നല്ല ഐറ്റങ്ങൾ എന്ത് വേണമെങ്കിലും കിട്ടും. നമ്മൾ കണ്ടു തീരൂല എന്നുള്ളതാണ് സത്യം. സ്റ്റീൽ ഐറ്റം പിന്നെ പറയണ്ട അല്ലേ, പ്ലാസ്റ്റിക് ഐറ്റം വേറെ, എല്ലാം സെപ്പറേറ്റ് ഓരോ ഫ്ലോറാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.